ലാബിലേക്ക് അയക്കണം. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഈ കട കൂട്ടണോ അതോ താൻ ജയിലിൽ പോകണോ? കാണാം. ചില്ലുമേടയിലിരുന്നാലും കുടിലിന്റെ സങ്കടം കാണാതിരിക്കാൻ പറ്റുമോ തരകൻ ചേട്ടാ? അതൊത്തവനെ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞാണല്ലോ. പറയൂ. അല്ല, മുകുന്ദൻ സാർ ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. ചേട്ടാ, ആർക്കും വേണ്ട ഈ കട എന്തിനാ വെറുതെ ഇതൊക്കെ പൊളിച്ചു മാറ്റാൻ പാടില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ കൂട്ടാൻ പറ്റും. അറിയാലോ, വിദേശ കുത്തകയായിരുന്ന മുതലാളി ചേട്ടന് പൊന്നുവില തരും എന്ന് പറയുന്നു. വിത്തൂത്തി കഞ്ഞുപിടിക്കേണ്ട ഗതികേട് തരകന് വന്നിട്ടില്ല. അത് പോകല്ലേ പറഞ്ഞത്. ഈ സാധനങ്ങൾ അതിനകത്ത് കേട്ടാനാ. ഇതിപ്പോ നമ്മള് തുർക്കിക്ക് സഹായം ചെയ്തതുപോലെ അയലോടാ സുരേന്ദ്ര. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, നിന്റെ കഷ്ടകാല സമയത്തൊക്കെ നിന്നെ സഹായിച്ചത് ഞാനാ. നീ സാധനങ്ങൾ വാങ്ങുന്നത് എന്നെ പൂട്ടിക്കാൻ നടക്കുന്ന റോയൽ മാളി. തരകൻ ചേട്ടൻ കണ്ടോ? പട്ടാളത്തിൽ നിന്ന് അടുത്ത മാസം പെൻഷൻ കിട്ടുമോ തരാൻ? തരകൻ ചേട്ടന്റെ കാശ് ഞാൻ തന്നെ. ഇത്ര കടിപ്പിച്ചൊക്കെ പറയണോ? എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ പോലെ അത് മതിയല്ലേ? മതിയെന്ന്. അല്ലെങ്കിൽ സുരേന്ദ്രൻ ബാക്കിന് വിലയില്ലാത്തവരാണെന്ന് തലചേട്ടൻ അറിയില്ലേ? അത് ശരിയാ. അതെ, തരകൻ ചേട്ടോ, പെൻഷൻ കിട്ടി കഴിയുമ്പോ ഞാൻ എന്തെങ്കിലും സുരേന്ദ്രൻ ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും തരും. അതിനു മുമ്പ് ഒക്കോ അതാണ്. ഞാൻ പോട്ടെ. അടുത്ത മാനങ്ങൾ വരുന്നുണ്ടല്ല. ഇത് പാരകനാവോ? ആരൊക്കെ ആയാലും നമുക്ക് എന്താണ് വരുന്നത് വരട്ടെ, നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് ഉണ്ടോ ചേട്ടാ? ഹരിതകർമ്മസേനക്കാരൻ അല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് നിർത്തണം. അതെ, കസ്റ്റമർ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, പ്ലാസ്റ്റിക് കവറിലിട്ടാണോ കൊടുക്കുന്നത്? അതാ ചോദിച്ചത്. അയ്യോ, ഇവിടുന്ന് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാനില്ല സാറേ. സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണത് അവിടെയാ, ആ നാളില്. സാധനങ്ങൾ വാങ്ങാൻ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇതിങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത്? കൂട്ടിയിട്ട് പോകാൻ പാടില്ല. അതാണ് പലരുടെയും ആവശ്യം. അത്
പരിശോധിക്കണം സാറേ. പരിശോധിക്കും. ഈ കട പൂട്ടിക്കാതെ പരിശോധനകളൊന്നും തീരില്ല തലക. വാ. ഇനിയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക സാറേ. തലയനല്ലേ വലിയ വലിയ വെല്ലുവിളിക്കുന്നത്. എനിക്കിവിടെ ചെറിയൊരു കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള അവകാശമില്ലേ? നടക്കില്ല തരക. ആളറിഞ്ഞ് കളിക്കട്ടെ. നിന്റെ അടിത്തറ ഞങ്ങളെ റോയൽ മഹലില് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല തരങ്ങേട്ടാ. മനുഷ്യത്തൊഴിച്ച് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും തടയുന്നല്ലോ. എന്താണ് അങ്ങനെ പറഞ്ഞത്? റോയൽ മഹലിൽ കടം കിട്ടില്ല ചേട്ടാ. പെൻഷനുകൾ വന്നിട്ടുണ്ട് ചേട്ടാ. ഞാൻ കടം ചോദിച്ച ആരും തരൂല. എന്താ ഞാൻ ചെയ്യേണ്ട? എനിക്കറിയില്ല. എന്ത് സുരേന്ദ്രന്റെ എന്താ വെള്ളച്ച കൊടുക്കണം? വേണ്ടതല്ലേ ചേട്ടാ, എനിക്കത് വന്നുള്ള അറിയില്ല. അന്നം വിൽക്കുന്നവനാ ഞാൻ. വിശപ്പിന്റെ വില എന്താണെന്ന് അറിയാവുന്നവൻ. അതിന് വലിയ വിലയൊന്നും ഇവിടെയുള്ള സാധനങ്ങൾക്ക് ഇല്ലടാ. നീ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിട്ട് കൂടാ. നീ വാടാ സുഭദ്ര. ഇതിനൊരു അവസാനല്ലേ? ഞാൻ തന്ത്രങ്ങൾ അറിയാൻ പാടില്ലാത്ത വെറും ഒരു ചെറുകിട കച്ചവടക്കാരനല്ലടാ. ഇതും ഇതിലപ്പുറവും സഹിക്കേണ്ടി വരും. ഇവിടെ സർക്കാർ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ തരക. ആരാ സാറേ പരാതി തന്നത്? റോയൽ മാളിന്റെ മാനേജർ മുകുന്ദനാണോ? അതെന്തിനാ താനറിയുന്നത്? ആര് പരാതി തന്നാലും ഞങ്ങൾക്ക് എവിടെയും കയറി പരിശോധിക്കാം. തരകന്റെ കടയ്ക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല. വേണം പരിശോധിച്ച വേണം. എത്ര വേണേലും പരിശോധിച്ചോ.
തനിക്കത് ഇതുവരെ മനസ്സിലായില്ലടോ. ഇനിയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് പോവാൻ പാടില്ല. സാർ വീടില്ലടോ, തന്നെ കൊണ്ടേ ഞങ്ങൾ പോകും. ഒരു വിധത്തിലും കച്ചവടം ചെയ്യാൻ അവർ സമ്മതിക്കില്ല ഉത്തമ. തരകഞ്ചേട്ടൻ ഇങ്ങനെ തകർന്നു പോകരുത്. അവന്റെ ഒന്നും മുമ്പിൽ നമ്മൾ തോൽക്കാൻ പാടില്ല. തോറ്റാൽ ചേട്ടനെ പോലുള്ള 100 കണക്കിന് ചെറുകിട കച്ചവടക്കാരാണ് തോൽക്കണത്. ഇല്ല ഉത്തമ, ഇനി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചേട്ടനെ ഒറ്റയ്ക്ക് ഞങ്ങളുണ്ട്. ചേട്ടനുണ്ട്. നമുക്കൊരുമിച്ച് ഒരു മനസ്സുറപ്പ്. അല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെട്ടിക്കട മുതൽ വലിയ വ്യവസായികൾ വരെ ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുന്ന സംഘടന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നിങ്ങളുടെ സംഘടനയിൽ എണ്ണപ്പെടുക. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. ഞങ്ങളല്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഐക്യത്തിന്റെ സംഗമനത്തിന്റെ മുന്നണി പോരാളികളായി നമുക്കൊരുമിച്ച് മുന്നേറാം. ഇതെന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്, അതിജീവനത്തിന്റെ മുന്നേറ്റമാണ്. അതുകൊണ്ട് ഇനി ഞാനും നിങ്ങളും